ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. നമുക്ക് വളരെ കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാനുള്ളത്. ഷടപടേ ഷടപടേ എന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് അപ്ഡേറ്റിലേക്ക് പോകാം. അല്ല, ആദ്യത്തേത് വാടിവാസൽ. വാടിവാസലിന്റെ അപ്ഡേറ്റ് എന്ന് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാടിവാസലിന്റെ എന്തോ ഒരു ചെറിയ അനൗൺസ്മെന്റ് വീഡിയോ പോലത്തെ എന്തെങ്കിലും സാധനം കൂടെ വരാൻ സാധ്യതയുണ്ട്. വൈകുന്നേരമാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. കറക്റ്റ് ടൈം എനിക്കറിയില്ല. എന്തായാലും വെട്രിമാരൻ അതിന്റെ ഒരു ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതാണ് ആ ഫോട്ടോ. ഒന്നുമല്ല, കയ്യിൽ മറ്റേ ബൊക്കെയൊക്കെ ആയിട്ട് വെട്രിമാരനും നമ്മുടെ സൂര്യണ്ണനും പിന്നെ അവിടുത്തെ വേറെ ഏതോ ഒരാള് ആരാന്ന് എനിക്കറിയില്ല, ഒരു ഫോട്ടോ ഇട്ടുണ്ട്. അപ്പൊ എന്തായാലും വാടിവാസൽ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെയും നമ്മൾ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കുറെ പുറത്ത് വരും എന്ന് പറയും, കുറെ പുറത്ത് വരില്ല എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പൊ ഒരു ഒഫീഷ്യലി തന്നെ അതിന്റെ അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ വന്നിട്ടുള്ള സാധനമാണ്. ഇത് 2 മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. വാടിവാസൽ, എ മാഗ്നം ഓപ്പസ് പീരിയോഡിക് മൂവി സെറ്റ് ഇൻ 1960s exploring the dynamics of ജല്ലിക്കെട്ട്, the relationship between a man and bull set in a very volatile political environment എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യനും അയാളുടെ ഈ ഒരു കാളയും തമ്മിലുള്ള ഒരു ബന്ധം, ആഴമേറിയ ബന്ധം, അതാണ് പറയുന്നത്. ആഴമേറിയ ബന്ധം ഇപ്പൊ ഒരു കാളയും മനുഷ്യനും തമ്മിൽ എന്ത് ബന്ധം ചിന്തിക്കരുത്. കാരണം കലപ്പേന്തിയ കർഷകൻ എന്നൊക്കെ പറയുന്ന പോലെ കലപ്പ, അത് നമ്മൾ പണ്ട് എത്ര പഠിച്ചെനിക്ക് ഓർമ്മയില്ല. 10th-ലാണോ 9th-ലാണോ ഓർമ്മയില്ല. മലയാളം സെക്കൻഡിൽ പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് പഠിച്ചു എനിക്കറിയില്ല. മലയാളം സെക്കൻഡ് ആണെന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും അതിലുണ്ടല്ലോ ഒരു കഥ. എന്ത് രസമായിരുന്നു. അയാളും അയാളൊരു കാളയും അവസാനം അയാളെ വിൽക്കുന്നതും, അയാള് ഇങ്ങനെ ഒരു കുറെ വിറ്റ് കഴിഞ്ഞിട്ട് അയാൾക്ക് സങ്കടം സഹിക്കയ്യാതെ കുറെ തേടി നടന്ന് അവസാനം ഒരു അറുത്ത് വെച്ച തല ഒരു എന്താ പറയാ അങ്ങനത്തെ കടയിൽ കാണുകയും, അങ്ങനെ കുറെ സംഭവങ്ങളാണ്. അത് ഭയങ്കര ഇമോഷണൽ റൈഡ് ആയിരുന്നു ആ കഥ എന്ന് പറഞ്ഞാൽ. ആ ടൈമിൽ, ആ പ്രായത്തിൽ പോലും. അങ്ങനെ നോക്കുമ്പോൾ ഈ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ ഒന്ന് വെട്രിമാരനാണ്. ഓഫ്കോഴ്സ് പുള്ളിക്കാരൻ സംവിധാനത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. നമ്മള് മറ്റേ കങ്കുവയില് എന്താ പറയാ ശിവണ്ണനെ പേടിച്ച പോലത്തെ ഒരു പേടിനോട് പേടിക്കേണ്ടതില്ല. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ 100% എന്താണോ സൂര്യയുടെ ഉള്ളിലുള്ളത് അത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ്. സോ നല്ല സിനിമ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു അവാർഡ് നേടാനൊക്കെ സാധ്യതയുള്ള സാധനമാണ്. അങ്ങനെ എല്ലാവരും കാത്തിട്ട സിനിമ തന്നെയാണ്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് റെട്രോ പറയാം. റെട്രോ കൂടി പറഞ്ഞിട്ട്, കാരണം സൂര്യന്റെ കാര്യം അവിടെ തീർത്തിട്ട് അടുത്തേക്ക് പോകാം. റെട്രോ എന്ന് പറയുന്നത് അറിയാലോ, കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പൊങ്കലിന് ഇന്നലെ വന്നിട്ടുള്ള സാധനമായിരുന്നു ഈ ഒരു പോസ്റ്റർ. കിഡിലും പോസ്റ്റർ. റെട്രോന്റെ പോസ്റ്റേഴ്സ് മാത്രമല്ല, അത് വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റും ഒന്നിനൊന്ന് മെച്ചമുള്ള സാധനമാണ്. ഇവിടെയും നമുക്ക് ഡയറക്ടറുടെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. കാരണം കാർത്തിക് സുബ്ബരാജ് ആണ്. ഈ നമ്മൾ അൻവർ റഷീദിനെ പറയുന്ന പോലെ, അല്ലെങ്കിൽ അമൽ നീരദിനെ പറയുന്ന പോലെ, ഈ അമൽ നീരദിന്റെ ഒക്കെ ക്യാമറയിൽ വന്നാൽ എല്ലാവർക്കും ഒരു ഭംഗി ഉണ്ടാവും എന്ന് പറയില്ലേ, അത്തരത്തിൽ ഈ കാർത്തിക് സുബ്ബരാജിന്റെ മൂവീസിൽ ഒരു നടൻ വന്നാൽ മാക്സിമം പവർഫുൾ ആയിട്ട് കാണിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ക്യാരക്ടറിന്റെ ഏത് ജോണറാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു രീതിയിൽ ആ ഫ്രെയിംസിൽ നമുക്ക് അയാളെ കാണാൻ കഴിയാറുണ്ട്. അങ്ങനെയാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ സൂര്യനെ കൈ കിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് അറിയാലോ. ഇതിന്റെയൊക്കെ ടീസർ ഒട്ടറിയല്ലോ ഏതാ വന്നത്, ചമ്മോ എന്ത് സാധനമായിരുന്നു. അതുകൊണ്ട് ഇതിലും ഭയങ്കര പ്രതീക്ഷയുണ്ട്. അപ്പോ ഈ 2 സിനിമയോട് കൂടി ഒന്നും വേണ്ടതില്ല, ഏതെങ്കിലും ഒരു സിനിമ തന്നെ വന്നാൽ മതി. കങ്കുവ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ നാശനഷ്ടങ്ങളും ഇതിൽ തീരും എന്ന് വിചാരിക്കുന്നു. നാശനഷ്ടം ഞാൻ വിചാരിച്ച നടൻ എന്ന രീതിയിൽ പുള്ളിക്കാരന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ തീരും നമ്മൾ വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തേക്ക് പോകുകയാണെങ്കിൽ മക്കളെ, ലൗലി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, നമ്മുടെ പയ്യൻ നായകനായിട്ട് മാത്യു നായകനായിട്ട് വരുന്ന സിനിമ 3D സിനിമയായിരുന്നു. എന്തായാലും വേൾഡ് വൈഡ് റിലീസ് April 4 എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ഒറ്റയടിക്ക് ഈച്ച 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 അല്ലെ, കണ്ണ് രണ്ടും തീയ, ആ സാധനമാണ് ഓർമ്മ വരുന്നത്. എന്തായാലും എന്താ ഒന്ന് കണ്ടറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ഉള്ളിലുള്ളത്. ഏത് രീതിയിലാണ്, ഏത് ജോണറാണ്, എങ്ങനെയാണ് വരുന്നത്, ഈച്ചയായിട്ട് ബന്ധമുള്ള രീതിയിൽ എന്തെങ്കിലും സാധനം ഒന്നും അറിയില്ല. ഇതെല്ലാം സംഗതി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ്, കാളിയൻ. ഒരു പക്ഷേ പൃഥ്വിരാജിന്റെ സിനിമകൾ, ഒരുപാട് സിനിമകൾ വരാനുണ്ട്. ഇപ്പൊ ടൈസൺ അടക്കമുള്ള സിനിമകളുണ്ട്. അതുപോലെ വിലായത്ത് ബുദ്ധ നല്ല സൂപ്പർ സിനിമയായിരിക്കും എന്നാണ് തോന്നുന്നത്. പേഴ്സണലി ആ നോവൽ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഉറുമി പോലെ, അല്ലെങ്കിൽ ഉറുമിക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു കിടിലൻ സാധനമായിരിക്കും കാളി എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം കാളിയൻ അത്ര വീര നായകനാണ്. ഒരുപക്ഷെ എഴുതപ്പെടാത്ത ചരിത്രമാണ് കാളിയന്റേത്. അത്ര വീരനാണ്. കാരണം തന്റെ ആശാന്റെ തല അറുത്തു കൊണ്ടുപോയ സ്ഥലത്തേക്ക്, വില്ലന്മാരുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് ഒരു കുതിരപ്പുറത്ത് പൊടി മാറിച്ച് വന്ന് ശപഥം ചെയ്തിരിക്കണം. ആ തലയും കൊണ്ട് വന്നിട്ടേ ഈ ബോഡി ഇവിടെ എന്താ പറയാ കത്തിക്കുള്ളൂ, അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കുള്ളൂ എന്ന് ഒരു വാശി പിടിച്ചിട്ട് പുള്ളിക്കാരൻ പോയി ആ തല എടുത്തുകൊണ്ടിരുന്ന സീനൊക്കെ ഉണ്ടാവും. അത് വായിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു രോമാഞ്ചം ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ പൃഥ്വിരാജ് അല്ലാതെ ആ ക്യാരക്ടർ ചെയ്യാൻ ഒരു നടൻ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ആൻഡ് ഇവർ വിട്ടിട്ടുള്ള ഒരു വോയിസ് ഉണ്ടാവില്ല, ഗ്ലിംസ് പോലെ,
ഞാൻ കാളി എന്ന് പറഞ്ഞിട്ട് ഈ മനക്കൽ വരെ ഞാൻ എന്തിനു വന്നു, അതും കൊണ്ടേ ഞാൻ മടങ്ങൂ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. എന്തായിരുന്നു ഡെലിവറിയുടെ കാര്യത്തിൽ പൃഥ്വിരാജ് ഈസ് വേറെ ലെവൽ. അപ്പൊ എന്തായാലും ആ കാളിയൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ആസ് പെർ ദ ബസ് പൃഥ്വിരാജ് സുകുമാരൻസ് ലോങ് പെൻഡിങ് ഫിലിം കാളിയൻ might kickstart from this summer, also might be shot both Kaliyan and SSMB 29 പാരലലി എന്ന് പറഞ്ഞു. SSMB എന്ന് പറഞ്ഞത് SS രാജമൗലി ആൻഡ് മഹേഷ് ബാബു ഫിലിമാണെന്ന് തോന്നുന്നു. അതിലും പൃഥ്വിരാജ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും പാരലായിട്ട് ചെയ്യും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മറ്റേല് പിന്നെ കുറച്ച് ഭാഗങ്ങളുള്ളൂ എന്നുണ്ടെങ്കിൽ അറിയില്ല കേട്ടോ എങ്ങനെയാണ് ആ സിനിമയിൽ വരിക, SSMBയിൽ എങ്ങനെയാണ് വരിക എന്നറിയില്ല. അപ്പൊ അതിൽ ഉള്ള സീൻ ഒരു പക്ഷേ കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെയുള്ള സാധനമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ അത് പാരലായിട്ട് അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻഡ് കാളി മീൻസ് ഫുൾ പുള്ളിക്കാരുടെ പരിപാടിയാണ്. എന്തായാലും ഭയങ്കര പ്രതീക്ഷയാണ് ആ സിനിമയിലുള്ളത്. അങ്ങനെ കാത്തിരിക്കുന്ന സിനിമയുമാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് മക്കളെ, നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോസ്. ഈ വരുന്ന 23rd സിനിമ വരുന്നത്. 3 പോസ്റ്ററുകൾ നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ പോസ്റ്റർ ഇന്നലെ വന്നിട്ടുള്ള പോസ്റ്ററാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. January 23 ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ഡിറ്റക്റ്റീവ് ഇൻ ടൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഭാവം കൊടുത്തിട്ടുണ്ട്, ഫുൾ റൗണ്ട്. അതിൻ്റെ ഉള്ളിൽ 4 ഭാവത്തിൽ നമുക്ക് നിൽക്കുന്ന സാധനം. ഒന്ന് ഫസ്റ്റ് ലുക്കിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അവിടേക്ക് നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് 4 ഭാവത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ അതിൽ നമ്മൾ പറയാനുള്ളൂ. അതല്ലാതെ വന്നിട്ടുള്ള ഒരു സാധനമായിരുന്നു പുള്ളിക്കാരന്റെ ഒരു ഡയറി കൊടുത്തിട്ട് ഒരു CI ഡൊമിനിക് ഡയറി കുറിപ്പ്, ഒരു CBI ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞ പോലെ നാളെ മുതൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഡ്യൂ ടു ദ ഗ്രോയിങ് പോപ്പുലർ ഡിമാൻഡ് ഓഫ് മൈ ഏജൻസി. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ക്യാപ്ഷൻസും താഴെ കൊടുക്കുന്ന എഴുത്തുകളും സംഭവങ്ങളൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് എടുത്ത് കാണാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ എൻ കാർഡിലോ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ ഡ്യൂ ടു ദ ഗ്രോയിങ് പോപ്പുലർ ഡിമാൻഡ് ഓഫ് മൈ ഏജൻസി ഐ വിൽ ടേക്ക് യു ത്രൂ മൈ പേഴ്സണൽ ഡിറ്റക്റ്റീവ് ഡയറി ഫ്രം ടുമോറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചോ, പക്ഷെ പുറത്ത് പറയരുത്. CI ഡൊമിനിക് പേഴ്സണൽ ഡിറ്റക്റ്റീവ് ഡയറി. ഈ ഡയറി നാളെ മുതൽ നമുക്ക് തുറന്നു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട്, അതായത് എനിക്ക് തോന്നുന്നത് മറ്റേ ലിയോ ഒക്കെ വരുന്ന സമയത്ത് ഓരോ ദിവസം അടുപ്പിച്ചടുപ്പിച്ച് ഓരോ ദിവസം ഓരോ അപ്ഡേറ്റ് അങ്ങനെ തന്നിരുന്നല്ലോ, ഓരോ പോസ്റ്ററുകൾ. ആ രീതിയിലാണ് തോന്നുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ജസ്റ്റ് ഒരു 1 hour ബിഫോർ നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഭാഗം ഡയറിയുടെ ഒരു പേജാണ്. ഡയറിയുടെ പേജ് ഇതാണ്. എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത് ഡേ, ഒരു മിനിറ്റ് കേട്ടോ, ഡേറ്റ് 15 ഡേ 362 മമ്മൂട്ടി കമ്പനി പ്രസൻസ്. ഇത് എന്ത് രസമായിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കണം മൊത്തം. മുകളിൽ മമ്മൂട്ടി കമ്പനി പ്രസൻസ്, നടുവില് നായികയുടെ പുള്ളിക്കാരിന്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചുറ്റും എന്തൊക്കെയോ എഴുതിയിരിക്കുകയാണ്. ഒന്ന്, എന്നെ ഭയങ്കര കാര്യമാണ്. ഒരാളെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തിരിക്കുക കേട്ടോ. എന്താണ്, എന്തോന്ന് കനി ഗുഡ്, എനിക്കത് മനസ്സിലാവണല്ലോ കേട്ടോ. ബജ്കനി പിക്കോസി എന്തോ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ എന്തൊക്കെ ഇതുണ്ട്. എന്തൊക്കെയോ എവിടെയോ ഒരു പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്നോ എന്തൊക്കെയോ എഴുതിക്കണത്. അമ്മ മനസ്സ് തങ്ക മനസ്സ്, തൊട്ട് താഴെ അമ്മ മനസ്സ് തങ്ക മനസ്സ്. ഫസ്റ്റ് കെയിം ഫ്രം ഹെയർ ലോസ്റ്റ് ലേഡി പേഴ്സ്. ഈ ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഡൊമിനിക്ക്, എനിക്കൊരു ഓഫീസിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്, ഇതാരെന്ന് കണ്ടുപിടിച്ചായിരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ വൻ പരിപാടികളാണ്. എന്നിട്ട് പിന്നെ എഴുതിയിരിക്കുന്നത് റെന്റിന്റെ പേരും പറഞ്ഞ് ഡെയിലി വരും, ബട്ട് വൈ, 2 ചോദിച്ചിട്ടുണ്ടാവും. ഹൗസ് ഓണർ മാധുരി, പേര്, ഏജ് 70, ഫാഷൻ 35. ഒരു പാവ സ്ത്രീ ബട്ട് സ്ട്രോങ് ലേഡി. ഓക്കെ. താഴെ 8 days to go എന്ന് എഴുതിയിട്ടുണ്ട്. അമ്മ മനസ്സ് തങ്ക മനസ്സ്. എന്തായാലും കണ്ടില്ല, ഇത് ആ ഒരു ക്യാരക്ടറിന്റെ ഏകദേശ രൂപം മുഴുവൻ എന്താണ്, പുള്ളിക്കാരി ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്, ഹൗസ് ഓണറാണ്, റെന്റ് മേടിക്കാൻ വരുന്നതും അവരുള്ള ബന്ധങ്ങളും കാര്യങ്ങളാണ്. ഈ പ്രധാനപ്പെട്ട ഈ ഒരു പറയപ്പെടുന്ന ലേഡി പേഴ്സ് അത് പുള്ളിക്കാരിയാണ് കൊണ്ടുവരുന്നത്. അപ്പോ സിനിമയിൽ പ്രധാന വഴിത്തിരിവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കാരണമാകുന്ന സ്ത്രീയാണ്, ക്യാരക്ടറാണ്. പിന്നെ അവര് പ്രായം 78 70 കൊടുത്തിട്ടുണ്ട്. ഫാഷൻ 35 എന്ന് പറഞ്ഞത്. അപ്പൊ 35ന്റെ ചിന്താഗതികളും ആ ടൈപ്പ് കാര്യങ്ങളായിരിക്കും. മനസ്സുകൊണ്ട് 35 വയസ്സ് എന്ന് പറയില്ലേ, അത്തരത്തിൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഈ സിനിമയിൽ ഉള്ള പ്രതീക്ഷ കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ തന്നിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ്. നമ്മളത് കാണുമ്പോൾ എന്തോ പുതുമയുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ തന്നെ
സിനിമയിലും ഒരു പുതുമ ഉണ്ടാകും, പ്രസന്റേഷനിൽ ഒരു പുതുമ ഉണ്ടാകും. ആ കോമഡിയൊക്കെ ഈ അളിഞ്ഞ ചളി കോമഡിക്ക് പകരം വളരെ രസകരമായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് നമുക്ക് പൊട്ടിച്ചിരിക്കുന്നതിലപ്പുറം നമുക്കൊരു ആനന്ദകരമായ ഇങ്ങനെ ഒരു സ്മൈൽ മുഖത്ത് എപ്പോഴും ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സാധനമായിരിക്കും വിചാരിക്കുന്നു. അതിന് മമ്മൂക്കേന്റെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഈ അളിഞ്ഞ കോമഡി അല്ല, അതിനപ്പുറത്തേക്ക് സീരിയസ് കോമഡി പറയാൻ ഭയങ്കര കഴിവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഒറ്റയടിക്ക് ഒന്ന് സീരിയസ് ആയിട്ട് ഒരു സാധനം പറയാം, അത് പിന്നെ അടുത്തുള്ള ആൾക്ക് പിന്നെ മനസ്സിലാവുള്ളൂ, അത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, അതിന് നമുക്ക് ഭയങ്കര സംഭവമാണ്. എന്തായാലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബസ് ഈ വരുന്ന 23rd കട്ട വെയിറ്റിംഗ്. അതിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ ചാനൽ ഇടുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ. എന്തായാലും ഇത്രയും പറഞ്ഞുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആ കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ഉൾപ്പെടുത്തേണ്ടത് അപ്ഡേറ്റ് എന്ന രീതിയിലല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. അതായത് ലാലേട്ടന്റെ ഒരു ഫോട്ടോ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ. ഒരുപാട് ആളുകൾ പേഴ്സണലി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തന്ന അത് വാട്സപ്പ് ചെയ്തിട്ടുള്ള പല ആൾക്കാർക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാം ചെയ്ത ആളുകൾക്ക് ഞാൻ കഴിയുന്ന രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇതായിരുന്നു ആ ഒരു പോസ്റ്റർ. ഇത് ഈ സിനിമ ഏതാണ്, ഈ സിനിമയെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യോ, ഇത് ലൂസിഫറിലെ സാധനമാണോ, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചോദ്യം. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഒന്ന്. ഇത് ഇല്ലട്ടോ, ഒറ്റടി കണ്ടാൽ മനസ്സിലാവില്ല, എന്നാലും ഏറെക്കുറെ ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. കാരണം ഈ ബോഡി എന്ന് പറയുന്നത് ഡോൺലി അണ്ണന്റെ ബോഡിയാണ്. ഒരു പക്ഷെ എംബ്രാനോട് ചോദിക്കാനുള്ള സാധ്യത കാരണം ഒരു പക്ഷെ അതന്നെ ആയിരിക്കും. ഇത് ആണ്, അതായത് ദ ഗാങ്സ്റ്റർ ദ കോപ്പ്, ആ സംഭവം ഉണ്ടല്ലോ, ദ ഡെവിൽ, ആ സിനിമ ഡോൺലിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമകളാണ് ഒന്നാണ് ഈ സിനിമ. ഫുൾ പഞ്ചും പവറും ആക്ടിങ് ഫൈറ്റും എല്ലാം കൂടെ ഒരു കിടിലൻ സാധനമാണ്. നല്ല ഗൂസ് ബംസ് ഒക്കെ ഉള്ള നല്ല ഒരുപാട് നല്ല സൂപ്പർ മൂവ്മെന്റ്സ് ഉള്ള സിനിമയാണ്. അപ്പൊ ഇതല്ലാതെ വേറൊരു പോസ്റ്ററും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ട്. ഇതൊരു 4-5 പോസ്റ്റർ, 5-6 പോസ്റ്റർ ഉണ്ട്. ഇതിൽ പൃഥ്വിരാജിനെ ഇതുപോലെ ചെയ്തിട്ടുള്ളതുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, അങ്ങനെ എല്ലാവരും ചെയ്തിട്ട് ആ സിനിമയിലെ ഇന്ന ക്യാരക്ടർ ഇവരൊക്കെ ആയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 10 ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്, ജേട്ടൻ ഇഫക്റ്റോ ഐട്ടൺ ഇഫക്റ്റോ അങ്ങനെ എന്തോ ചാനൽ, ജേട്ടൻ ഇഫക്റ്റ് ആണെന്ന് തോന്നുന്നു, ആ ഒരു ചാനലിൽ വന്നിട്ടുള്ള സാധനമാണിത്. 2024 ഡിസംബർ 14 ഇവർ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു പോസ്റ്റർ മാത്രമാണ് അവർ വെച്ചത്. ഈ ഈ ക്യാരക്ടർ ഡോൺലിക്ക് പകരം ഈ നമ്മുടെ ലാലേട്ടനാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാവും, അതിൽ മറ്റേ പോലീസ് ക്യാരക്ടറിന് പകരം നമ്മുടെ പൃഥ്വിരാജ് ആണെങ്കിൽ, അതിൽ ആ വില്ലന് പകരം ഫഹദ് ഫാസിൽ ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ അവർ ഈ എന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഇത്. അല്ലാതെ സിനിമയുടെ അപ്ഡേറ്റോ മറ്റു കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ഈ ലുക്ക് നല്ല കിടലൻ ലുക്കാണ്. ലാലേട്ടൻ എപ്പോഴും ആ രീതിയിലൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും വരികയാണെങ്കിൽ ലാലേട്ടൻ അത് പൊളിക്കും എന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. എന്തായാലും 2024 അപേക്ഷിച്ച് ലാലേട്ടൻ ഒരു ഗംഭീര വർഷമാകട്ടെ എന്ന് ആശംസയോടെ ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.